ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു BSFൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസി ഒന്നുമില്ല, എന്നാലും നമ്മൾ എല്ലാ വേക്കൻസീസും അറിഞ്ഞിരിക്കണം. എന്തൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എല്ലാം അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ആ ഒരു വേക്കൻസി നമുക്കുള്ളതായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് പ്ലംബറിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സി പോസ്റ്റാണ്. BSFൻ്റെ ഗ്രൂപ്പ് സി പോസ്റ്റാണ്, നോൺ ഗസറ്റഡ് ആണ്. BSF എഞ്ചിനീയറിംഗ് സെറ്റപ്പിനുള്ളതാണ്. അപ്പോൾ പ്ലംബർ, കാർപ്പൻറ്റർ, കോൺസ്റ്റബിൾ, ജനറേറ്റർ ഓപ്പറേറ്ററും, കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക്ക്, കോൺസ്റ്റബിൾ ലൈൻമാൻ. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. വേക്കൻസീസ് പ്ലംബറിൻ്റെ ടോട്ടൽ 1 വേക്കൻസിയാണ്. അത് OBCക്കാണ് 1 വേക്കൻസി വന്നിരിക്കുന്നത്. കാർപ്പൻറ്റർ ആണെങ്കിൽ അൺറിസർവ്ഡ് ആണ്, അപ്പോൾ അത് 1 വേക്കൻസി ഉണ്ട്. ഇനി അവിടെ കോൺസ്റ്റബിളിന് 13 വേക്കൻസീസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക്ക് 14, കോൺസ്റ്റബിൾ ലൈൻമാനിന് 9 പോസ്റ്റുമാണ് ഉള്ളത്. പിന്നെ എക്സ് സർവീസ് മാനും സെപ്പറേറ്റ് പോസ്റ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ടത് എലിജിബിലിറ്റി അല്ലേ ഇനി അറിയേണ്ടത്. നമ്മുടെ വയസ്സെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 18 and 25 ആണ് ആദ്യമേ പറയുന്നത്. അപ്പോൾ പക്ഷേ 18 and 25 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരേണ്ടത്? ആസ് പെർ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്പിയൻറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 18 തൊട്ട് 25 വയസ്സ് വരെ ആകാവും. അതേപോലെ പ്ലംബറിനും സെയിം തന്നെയാണ്, കോൺസ്റ്റബിൾ ജനറേറ്ററിനും. അപ്പോൾ എല്ലാവർക്കും സെയിം തന്നെയാണ്, 18 to 25 ആണ് ഏജ് പറയുന്നത്. ഇനി അടുത്ത് റിലാക്സേഷൻ നോക്കണ്ടേ. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ SC/ST കാറ്റഗറിക്ക് 5 years ഉണ്ട്, OBC 3 years ഉണ്ട്, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 years ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഓഫ് മിലിറ്ററി സർവീസ്. അപ്പോൾ അത്രയുണ്ട്. ഇനി അടുത്ത OBC എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 6 years ആണ്. ഇനി അടുത്തത് SC/ST ആണെങ്കിൽ 8 years. ഗവൺമെൻറ് സർവൻസിന് 5 years. അപ്പോൾ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. OBCക്ക് 8 വർഷമുണ്ട്, SC/ST 10 വർഷമുണ്ട്, സിവിൽ എംപ്ലോയീസിനൊക്കെ 40 years വരെ എഴുതാം. ബേസിക്കായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത് റിലാക്സേഷൻ അതിൻ്റെ ബാക്കിയുണ്ട്, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലംബറിന് മെട്രിക്കുലേഷൻ വന്നുകൊണ്ട് അല്ലെങ്കിൽ ITI പഠിച്ചിരിക്കണം. ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബർ ഓർ 3 years എക്സ്പീരിയൻസ് ഇൻ ദ റെസ്പെക്റ്റീവ് ട്രേഡ് ഫ്രം ദ റെപ്യൂട്ടഡ് ഫേം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ മെട്രിക്കുലേഷൻ വേണം, അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ 3 years എക്സ്പീരിയൻസ് ഇൻ ദ റെസ്പെക്റ്റീവ് ട്രേഡ് ഓറെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 year എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. ഇനി അടുത്തത് കാർപ്പൻറ്റർ ആകുമ്പോൾ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം, ITI അല്ലെങ്കിൽ ITIയിൽ കാർപ്പൻറ്റർ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ 3 years എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ് ഫോർ റെപ്യൂട്ടഡ് ഫേം. അപ്പോൾ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ഫേമിൻ്റെ 3 years എക്സ്പീരിയൻസ് വേണം. അടുത്ത കോൺസ്റ്റബിളിനും മെട്രിക്കുലേഷൻ തന്നെയാണ്, അതും ITI പറയുന്നുണ്ട്. ITIയിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഫയർമാൻ അല്ലെങ്കിൽ ഡീസൽ മോട്ടോർ മെക്കാനിക്ക് പഠിച്ചവരായിരിക്കണം. പിന്നെ 3 years എക്സ്പീരിയൻസ് വേണം, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് ആണെങ്കിൽ മെട്രിക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ ITI പഠിച്ചിരിക്കണം. ഡീസൽ മോട്ടോർ മെക്കാനിക്കിൻ്റെ ആ ഒരു ഫീൽഡിൽ ITI പഠിച്ചവരായിരിക്കണം. പിന്നെ 3 years എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇനി അടുത്ത കോൺസ്റ്റബിളിൻ്റെ കേസും സെയിം തന്നെയാണ്, മെട്രിക്കുലേഷൻ. അതേപോലെ തന്നെ ITI ആണെങ്കിൽ ഇലക്ട്രിക്കൽ വയർമാൻ ഓർ ലൈൻമാൻ്റെ 3 years എക്സ്പീരിയൻസ് വേണം. ഇത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വായിക്കാൻ വേണ്ടി. ഹൈറ്റ് ആണെങ്കിൽ മെയിലിന് 165, ഫീമെയിലിന് 157 ആണ്. പിന്നെ ചെസ്റ്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ആസ് പെർ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് ആണ് മെയിലിന് പറയുന്നത്. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 46 kg എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കോൺസ്റ്റബിളിൻ്റെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റ്സ് ആണ്. മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിലും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. 165 centimeter ഒക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇടയ്ക്ക് കുറച്ച് മിനിമം ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അവരുടെ ഐസൈറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലംബർ, ഹെഡ് കോൺസ്റ്റബിളിൽ ഇവരൊക്കെ എല്ലാവർക്കും ഐസൈറ്റിൻ്റെ ബെറ്ററായി വേഴ്സായി. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങൾ നോക്കണം. ഇനി
പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമാണെങ്കിൽ ഒരു എക്സാം ഉണ്ട്. ഫസ്റ്റ് ഒരു എക്സാം നടത്തിയിട്ട് പിന്നെ അതിൽ കുറച്ച് പ്രോസസ്സുകളുണ്ട്. പ്രോസസ്സുകളെന്ന് പറഞ്ഞതാണ്ട് ഫസ്റ്റ് റിട്ടൺ എക്സാമിനേഷനാണ്. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ടെക്നിക്കൽ സബ്ജക്റ്റ് ഉണ്ട്. ടോട്ടൽ 100 മാർക്കിന് 2 അവർ. ഓക്കെ, അപ്പോൾ അതിൽ ജനറൽ ഇൻ്റലിജൻസിന് 20 മാർക്ക്, അതേപോലെ ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, ടെക്നിക്കൽ സബ്ജക്റ്റിന് 60 മാർക്കാണ് വരുന്നത്. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇനി റിട്ടൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ആദ്യം നടക്കുന്നത് എന്താണ്? ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്, ഡോക്യുമെൻറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, OBC റിസർവേഷൻ സർട്ടിഫിക്കേഷൻ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും. റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഏതായാലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫോമൊക്കെ ഇതിൻ്റെ PDF തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി അടുത്ത ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. നമ്മൾ നേരത്തെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിരുന്നു. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. പിന്നെയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സെക്ഷനുണ്ട്. പിന്നെയാണെങ്കിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഒരുപാട് ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയുന്നത്. അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ റണ്ണിങ് ഒക്കെ പറയുന്നുണ്ട്. 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ്സ് ആണ് മെയിൽസിന്. ഫീമെയിലിനാണെങ്കിൽ 800 മീറ്റർ ഇൻ 4 മിനിറ്റ്സ് ആണ്. പിന്നെ ലോങ് ജമ്പ് 11 ഫീറ്റ് ആണ്, 3 ചാൻസസ് ടു ബി ഗീവൺ. ഇനി അടുത്ത ഫീമെയിലിനാണെങ്കിൽ 9 ഫീറ്റ് ആണ്, 3 ചാൻസസ് ടു ബി ഗീവൺ. ഇനി അടുത്തത് ഹൈ ജമ്പിന് 3.5 ഫീറ്റ്, 3 ചാൻസസ് ആണ്. ഫീമെയിലാണെങ്കിൽ 3 ഫീറ്റ്. ഇനി അടുത്തത് പ്രാക്ടിക്കൽ സെക്ഷനിൽ അത് പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് നമ്മുടെ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ പാസ്സായിട്ട് ഇനി അടുത്ത പ്രാക്ടിക്കൽ സെക്ഷനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പക്ഷേ ടാറ്റു ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സല്യൂട്ട് ചെയ്യുന്ന കയ്യിൽ ആ ഒരു ഭാഗത്തൊന്നും ടാറ്റു ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള നീസിന് പ്രോബ്ലം വരാൻ പാടില്ല. അതേപോലെ പിന്നെ വെരിക്കോസ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഈ PDF എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മോഡ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. BSF വെബ്സൈറ്റിലെ ഈ ഒരു ലിങ്ക് നമ്മൾ നോട്ട് ചെയ്തിട്ട് ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ക്ലോസിംഗ് ഡേറ്റ്. സ്റ്റാർട്ട് ചെയ്തത് 17-ാം തീയതി തൊട്ടിട്ടാണ്, ക്ലോസ് ചെയ്യുന്നത് 15, അടുത്ത മാസം 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതി 11 ഏകദേശം 12 മണിയാകുമ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. 100 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതേപോലെ വുമൻസിനും എക്സ് സർവീസ്മാനും SC/ST അങ്ങനെയുള്ള കാറ്റഗറീസിനൊക്കെ ഫീസ് ഇല്ല. അതേപോലെ അല്ലാത്ത അൺറിസർവ്ഡ് കാറ്റഗറിക്കും മെയിൽസിനും എല്ലാം 100 റുപ്പീസാണ്. പിന്നെ അഡീഷണൽ GST കൂടെ ഉണ്ട്, 49 രൂപ എങ്ങാണ്ടാവും. ഓക്കെ, ടോട്ടൽ ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത പോസ്റ്റാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് C ഇൻ BSF എയർ വിങ്ങിലുള്ള പോസ്റ്റാണ് വരുന്നത്. അതിൽ ഇത്രയും പോസ്റ്റല്ല, കുറച്ച് അപ്പുറത്തെ സ്ലൈഡിലും കൂടെ ഉണ്ട്. അസിസ്റ്റൻറ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, റോട്ടറി വിങ്ങും ഉണ്ട്, ഫിക്സഡ് വിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മുടെ വേക്കൻസീസൊക്കെ 1 വേക്കൻസി 5 വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ 8 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക് ഉണ്ട്. അതിലും ടോട്ടൽ എത്ര? 11 വേക്കൻസീസ്. എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ 11 വേക്കൻസീസാണ് പറയുന്നത്. ഇനി അടുത്ത കോൺസ്റ്റബിൾ സ്റ്റോർമാൻ ഉണ്ട്. അതിൽ എത്ര? കുറച്ച് വേക്കൻസീസേ ഉള്ളൂ കേട്ടോ, 2, 1, 3 ഒക്കെ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ വേക്കൻസിയിൽ എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ 13, 3, 2, 4, 22 അങ്ങനെയാണ് വേക്കൻസീസിൻ്റെ ഈ റിസർവേഷൻ അനുസരിച്ച് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു ക്ലാസ് എടുക്കുന്ന കണക്ക് നീട്ടി വിളിച്ച് പറയേണ്ട കാര്യമില്ല. ആവശ്യമുള്ള കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് കാണാമല്ലോ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏജാണ് പറയുന്നത്. ഏജ് ആകുമ്പോൾ എല്ലാത്തിലും ഇവിടെ വരെ നമ്മുടെ ഈ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക്ക് വരെ 28 കൂടാൻ പാടില്ല. ക്ലോസിംഗ് ഡേറ്റ് ആകുമ്പോൾ 28 കൂടാൻ പാടില്ല. പക്ഷേ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സ്റ്റോർമാനാണെങ്കിൽ 20 തൊട്ട് 25 വരെയുള്ള വയസ്സാണ് വേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിസർവേഷനാണ്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെയാണ്, കുറച്ച് റിസർവേഷനുണ്ട്. അപ്പോൾ SC/ST 5 years, OBC 3 years,
പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് 40 ഇയേഴ്സ് വരെയാണ്. പിന്നെ 43 വരുന്നുണ്ട്, 44 വരുന്നുണ്ട്, 35 വരുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേക്കണം. ഇനി അടുത്തത് ഇതും റിസർവേഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അസിസ്റ്റൻറ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക്കാണ്, 3 ഇയേഴ്സ് ഡിപ്ലോമ സിവിൽ ഏവിയേഷൻ ആയിരിക്കണം, റെക്കഗ്നൈസ്ഡ് ബൈ ദ സിവിൽ ഏവിയേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ഡിപ്ലോമ ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു എക്സാം എഴുതിയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിപ്ലോമ കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ അത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് പ്രിഫറൽ. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് വേണം, 2 ഇയേഴ്സ് റെലവൻറ്റ് ഏവിയേഷൻ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ആണ്. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക്കിനും 3 ഇയേഴ്സ് ഡിപ്ലോമയാണ്. സിവിൽ ഏവിയേഷൻ തന്നെയാണ്. സിവിൽ ഏവിയേഷൻ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. അത് അല്ലെങ്കിൽ റേഡിയോ ഡിപ്ലോമ ആയിരിക്കണം. ഇന്ത്യൻ എയർഫോഴ്സിന് 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഇൻ മെയിൻ്റെനൻസ് ഓർ ഓവർഹോളിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏവിയേഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രീമിൽ 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ മെട്രിക്കുലേഷൻ പാസ് വിത്ത് സയൻസ് ആയിരിക്കണം. പിന്നെ 2 ഇയേഴ്സ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റോർ ഓർ വെയർ ഹൗസിംഗ് ഓഫ് എനി ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഒരു സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ വെയർ ഹൗസിങ്ങിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വേണം. വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓർ ഹാവിംഗ് പ്രയർ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഇസ് പ്രിഫറബിൾ. അപ്പോൾ ഇതും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെയും ഉണ്ട്. എല്ലാത്തിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് ഒരേപോലെയാണ്. ഫസ്റ്റ് ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കാം, അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു മെഡിക്കൽ സെക്ഷനും കൂടെ വരുന്നുണ്ട്. ഇത്രയും സെക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഹൈറ്റ് 165, അതേപോലെ ഫീമെയിൽസിന് 150, പിന്നെ ചെസ്റ്റിൻ്റെ സൈസ് എല്ലാം പറയുന്നുണ്ട്. വെയിറ്റ് അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതും താണ്ടേ കോൺസ്റ്റബിളിന് വേണ്ടി സെപ്പറേറ്റ് വേറെ ഉണ്ട്. ഇനി അടുത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഐസൈറ്റിൻ്റെ കാര്യം ഇതാണ്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. മിനിമം ഐസൈറ്റ് ഇത്രയൊക്കെയാണ് വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെരിക്കോസിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഇനി അടുത്തത് ഫസ്റ്റ് ഫേസ് റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ജനറൽ അവയർനെസ് നേരത്തെ പോലെ അല്ല. പക്ഷേ നേരത്തെ ടെക്നിക്കലിന് ഒരു 60 മാർക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ജനറൽ അവയർനെസ്സിന് 25, ഇംഗ്ലീഷും കൂടെ ഉണ്ട് 25, ന്യൂമറിക്കലുണ്ട്, ടെക്നിക്കലിന് 25, മൊത്തത്തിൽ 100 ആണ്. അപ്പോൾ 2 അവറാണ് നമുക്കുള്ളത്. ഓക്കെ, നേരത്തെ ആണെങ്കിൽ നമുക്ക് ടെക്നിക്കലിന് 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇവിടെ ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇനി അടുത്ത സെക്കൻഡ് ഫേസ് എന്ത് തന്നെയാണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓരോ എക്സാമിന് ഏതാണ്ട് പോസ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് മെക്കാനിക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക്കിൻ്റെ മെയിലിനാണെങ്കിൽ 1 മൈൽ റൺ ആണെങ്കിൽ 8 മിനിറ്റ്സ്, അങ്ങനെ ഇവിടെ വേണ്ട മെഷർമെൻറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിളിനാണെങ്കിൽ 1.6 കിലോമീറ്റർ, ഫീമെയിലിനും മെയിലിനാണെങ്കിൽ 5 കിലോമീറ്റർ 24 മിനിറ്റ്സിൽ, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഹൗ ടു അപ്ലൈ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, നേരത്തെ നമ്മുടെ BSFൻ്റെ ഈ ഒരു സൈറ്റിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 17 ആയിരുന്നു. അതേപോലെ എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. അടുത്ത മാസം 15-ാം തീയതിയാണ്. രാത്രി 12 മണിക്ക് മുമ്പ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഒരു പോസ്റ്റും കൂടെയാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. അതും BSF എൻജിനീയറിംഗ് സെറ്റപ്പിലാണ്. ഗ്രൂപ്പ് B പോസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയത് C പോസ്റ്റും പിന്നെ C പോസ്റ്റ് എയർ വിങ്ങിലുള്ളതും കൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറായിട്ടും ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കലായിട്ടും ആണ് എടുക്കുന്നത്. ടോട്ടൽ സബ് ഇൻസ്പെക്ടറിന് 13ഉം ജൂനിയർ എഞ്ചിനീയറിന് 9 വേക്കൻസീസും ആണ് ഉള്ളത്. ഇനി അടുത്തത് അവരുടെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് എക്സീഡിങ് 30 ഇയേഴ്സ്, 30 വയസ്സിന് കട്ടിങ് കൂടാൻ പാടില്ല. അതേപോലെ തന്നെ കുറച്ച് പേർക്ക് റിലാക്സേഷൻ ഉണ്ട്, 5ഉം 3ഉം ഒക്കെയാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്തത് ഇതും റിലാക്സേഷൻ്റെ ഒരു സ്ലൈഡാണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ പാസ്സായിട്ടിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ്, സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 3 ഇയേഴ്സ് ഡിപ്ലോമ പാസ്സായിരിക്കണം.
എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പാസ്സായിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഇവിടെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. ഇത് ഓക്കെ ആണോ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വേണം അയക്കാൻ. ഇനി അടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡും വിഷനും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് ഇവിടെയും സെയിം തന്നെയാണ്. ആദ്യമേ റിട്ടൺ എക്സാം ഉണ്ട്. റിട്ടൺ എക്സാമിന് പക്ഷേ ആദ്യം OMR ഷീറ്റിലും പിന്നെ ഒരു തിയറി ടോപ്പിക് എന്ന് വെച്ചാൽ തിയറി പാർട്ടും ഉണ്ട്. ആദ്യം OMR ഷീറ്റിൽ വരുന്നതാണ് ഇത്രയും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി ആയിട്ട് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങളുടെ ഇതിൻ്റെ എല്ലാം ടെക്നിക്കൽ ഫീൽഡിന് വേണ്ട ടോപ്പിക്സ് എല്ലാം ഇതിൻ്റെ PDF തന്നെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇവിടെ ജനറൽ എഞ്ചിനീയറിംഗ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്, ജനറൽ അവയർനെസ് 25, അതേപോലെ ജനറൽ ഇൻ്റലിജൻസിൽ നിന്നും 25 ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 100 മാർക്സിനാണ്. 1.5 hours ആണ് ഉള്ളത്. ഇനി അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. വാല്യൂസ് എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി അടുത്തത് തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇനി അടുത്ത തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ എന്തൊക്കെയായിരുന്നു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് PST PET, അത് കഴിഞ്ഞിട്ട് ഒരു തേർഡ് ഫേസിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ, എന്നിട്ട് വീണ്ടും ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടേ? BSFൻ്റെ ഈ ഒരു സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇത് 17/3 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 15/4 വരെയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇത്രയാണ് കാര്യങ്ങൾ നോക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ നമുക്ക് സെൻറ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സെൻറ്ററൊന്നും ഇല്ല, ബാംഗ്ലൂരാണ്. നമുക്ക് നിയറസ്റ്റ് സെൻറ്ററായിട്ട് പറയാൻ പറ്റുന്നത് ബാംഗ്ലൂരാണ്. അല്ലെങ്കിലും ആർമി ബേസ്ഡ് എക്സാമിൻ്റെയൊക്കെ കൂടുതലും ബാംഗ്ലൂരൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി അഡീഷണൽ ആയിട്ടൊന്നുമില്ല, ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വീഡിയോ ഞാൻ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം പോസ് ചെയ്ത് നോക്കിയിരുന്നാൽ മതി. ഏകദേശം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു കണ്ടന്റിലുണ്ട്. ഓക്കെ, താങ്ക് യു.